ഓർണമെന്റൽ പർപ്പസിനായിട്ട് വന്ന സമയത്ത് ഒരുപാട് ക്രോസ് ബ്രീഡ് ചെയ്ത് ഒരുപാട് സ്ട്രെയിനുകൾ ഇപ്പോൾ വെൽറ്റയിലുണ്ട്, അതിൽ തന്നെ ട്രയോ കളർ വരുന്നുണ്ട്, സ്കെയിൽലെസ് ഉണ്ട്, സ്കെയിൽ ഉള്ളതുണ്ട്, അങ്ങനെ പല സ്ട്രെയിനുകളുണ്ട്. ഇത് ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ നെൽപ്പാടങ്ങളിൽ വളർത്തുമായിരുന്നു ആദ്യകാലങ്ങളിൽ പല രാജ്യങ്ങളിലും. കൊയ് വിത്ത് പാഡി ഫീൽഡ് എന്നൊക്കെ പറയുന്ന പല രീതിയിൽ, അത് ഇതിന്റെ വേസ്റ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, കൃഷിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഈ നെൽപ്പാടങ്ങൾ അറിയാലോ, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇവരുടെ മൗത്ത് സൈസ് ചരിഞ്ഞാണ് വരുന്നത്. അത് നമ്മൾ കോഴിക്കാർപ്പിനെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കോഴിക്കാർപ്പൊക്കെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. രണ്ട് കൊമ്പും അതിന്റെ ഫേസ് ഡൗൺ ആണ്. അപ്പോൾ താഴെ ബോട്ടത്തിൽ നിന്നുള്ള ഫീഡായിരിക്കും അവർ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ കളകളും ബാക്കിയുള്ള കഴിച്ച് നശിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ഇതെന്ത് ചെയ്യുക, കർഷകരെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പർപ്പസിൽ വരുമ്പോൾ ചെയ്യുന്നത്. ഓർണമെന്റിൽ വരുമ്പോൾ കളർ പാറ്റേൺ ആണ് കൂടുതൽ നോക്കുന്നത്. കളർ പാറ്റേൺ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്കെയിൽലെസ്, സെമി സ്കെയിൽലെസ്, ടാൻജോ, ഒരുപാട് ഹൈബ്രിഡ്, ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ഒരു പ്രൈസ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 10 രൂപ തൊട്ട് ഏകദേശം 10,000, 12,000 എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഏകദേശം 1.8 മില്യൺ മുകളിൽ റേറ്റിൽ ലേലം വിളിച്ച് ഇത് പോയിട്ടുണ്ട്. ആർട്ടിക്കിൾ വായിച്ച് 2017-18 എന്തിനാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽ കിട്ടും. ആ ഒരു സമയത്ത് ഒരു കോഴിക്കാർപ്പിന്റെ ഒരു വെറൈറ്റി ലേലത്തിലൂടെ ഒരു ആള് വാങ്ങിച്ചത് 1.8 മില്യൺ. അത് അത്രത്തോളം അതിന് റേറ്റ് വരുന്നുണ്ട്, അത്രത്തോളം ക്വാളിറ്റി വരുന്ന സമയത്ത്.